അതാണ് പ്രശ്നം. കാരണം ആർക്കും അങ്ങനെ കൈ കഴുകാൻ പറ്റില്ല. ശ്രീ യശൻ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എല്ലാ സമയത്തുമുണ്ട് ഇതിനൊരു ശാശ്വത അല്ല പരിഹാരം എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? അല്ല രാഷ്ട്രീയമായി പല ശ്രീ- വിധത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് നമ്മുടെ അല്ല ആരാധനാലയങ്ങൾ. അല്ല, ശ്രീ രഞ്ജിത്ത്, എം ജെ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ സാധാരണ ഇടതു വക്താക്കൾ എടുത്തുപയോഗിക്കുന്ന ഡിഫൻസ് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി അത് ഉപയോഗിച്ചോട്ടെ. ഞാൻ പറയുന്നത്, ഇവരെല്ലാം പറയുന്നത് ഏതാണ്ട് 9 വർഷം, നിയർലി 10 years അതിന് മുമ്പുണ്ടായിരുന്ന UDF കാലത്തെ ചില കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി ഞങ്ങളുടെ കയ്യിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ അധികാരമില്ല. ഒരു ഏജൻസിയും കൈയാളുന്നത് ഞങ്ങളല്ല. എന്നിട്ടും ഇവർ ഈ പറയുന്ന ആരോപണത്തിന്റെ 1, 2, 3, 4, 5 അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാൻ പറ്റുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിസ്ഥാനത്ത് ആരെയാണ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ കേസ് നിൽപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കേസെടുത്ത് ആ വിഷയത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തും. 10 വർഷമൊന്നും വേണ്ടതേ അത്തരം അന്വേഷണം നടത്താൻ. അപ്പൊ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തി ഏതായാലും 6-7 മാസം കൂടി ഇനി ഇടത് സർക്കാരുള്ള, അതിനു മുമ്പ് കോൺഗ്രസ്സുകാരെല്ലാം പിടിച്ച് അകത്തിടാനുള്ള വലിയ മുന്നേറ്റം നിങ്ങൾ നടത്തണം, അതിനുള്ള ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ബഹുമാനപ്പെട്ട MJ പറഞ്ഞു, എന്താണ് ഹൈക്കോടതിയുടെ തീരുമാനമാണ് സർക്കാരിന്റെയും തീരുമാനം. ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നു ഞങ്ങൾ അതിനോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ മറ്റു വഴിയില്ല. ടെക്നിക്കലി എന്താ വഴി? നിങ്ങൾക്ക് അപ്പീൽ പോകാം, അതിനപ്പുറത്ത് എന്താ വഴി? ഹൈക്കോടതി പറയുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ കേൾക്കണം. രണ്ട്, അപ്പീൽ പോകാനും നിങ്ങളുടെ സർക്കാരിന് രാഷ്ട്രീയപരമായി ചിലപ്പോൾ പറ്റില്ല. കാര്യം ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരുന്നത് ഏതാണ്ട് ഇലക്ഷനോട് അനുബന്ധിച്ചായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അപ്പീൽ പോയാൽ നിങ്ങൾ രാഷ്ട്രീയപരമായി പ്രതിരോധത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവില്ല. അതുകൊണ്ട് ടെക്നിക്കലി നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈക്കോടതിക്ക് മുകളിലാണോ നിങ്ങൾ? അല്ലല്ലോ. പിന്നെ രണ്ടാമത്, ഇപ്പോ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, നമ്മുടെ എന്താണ് ഈ ഈ അദ്ദേഹത്തിന്റെ മകന് ദണ്ട് കൊടുത്തു വിട്ടപ്പോ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മൻ, ഈ പത്മേട്ടൻ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത്, ഞാൻ ആചാരപരമായി എന്റെ മകൻ അത് പൂശിക്കൊടുത്തതാണ് എന്നാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആചാരമൊക്കെ നടപ്പിലാക്കാമോ? അവർ അമ്പലം പിടിക്കാനും അമ്പല കമ്മിറ്റിയിലൊക്കെ കയറാൻ തീരുമാനിച്ചിരുന്നു, നയവ്യതിയാനം നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആചാരങ്ങൾ പാലിക്കാനും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അനുവാദം, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമായി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വർണം പൂശാനൊക്കെയുള്ള അനുവാദം കട്ടെടുക്കാനല്ലാതെ വിശ്വാസപരമായി ചെയ്യാനുള്ള അനുവാദം പാർട്ടി കമ്മിറ്റി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ഒരു കാര്യം കൂടി. സമയക്കുറവുണ്ട്. ഒരു മിനിറ്റ് എനിക്ക് സക്കറിയ ജോർജ് സാറിന് കൊടുക്കണം. കാരണം ഇടപെട്ട് ക്ഷമിക്കണം വസന്ത്. സക്കറിയ ജോർജ് സാറെ,